വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചെറിയ സ്ക്വയർ മാറ്റാണ്. അത് നമ്മൾ ഡൈനിങ് ടേബിളിലൊക്കെ ഇങ്ങനെ ചായ കപ്പൊക്കെ വെക്കാൻ പറ്റുന്നതാണ്. പ്ലേറ്റൊക്കെ വെക്കുന്നത് കുറച്ചും കൂടി വലുതാണ്. ഞാനിത് ചായ കപ്പ് വെക്കാൻ മാത്രം ചെറുത് ഉണ്ടാക്കുന്നതാണ്. അത് നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ ഇനിയും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഒന്നും കൂടി ഞാൻ പറയുന്നു, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് തന്നെ വൂളൻ ത്രെഡ് എടുത്തിട്ടുണ്ട്. ഞാൻ ഒറ്റ റോളേ എടുത്തിട്ടുള്ളൂ. ഈ റോള് ഫുള്ള് വേണ്ട, കുറച്ചേ വേണ്ടൂ. പിന്നെ വലിയ നീളത്തിൽ നല്ലോണം നല്ല ബിഗ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ 2-3 റോൾസൊക്കെ വേണ്ടി വരും. അപ്പോൾ 3.5 mm ക്രോഷ്യ ഞാൻ എടുത്തിന്. ഈ സൂചിക്ക് ക്രോഷ്യ എന്നാണ് പറയൽ. അപ്പോൾ ഇതാണ് ക്രോഷ് ചെയ്യേണ്ട സൂചി. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ മാജിക് റിങ് ഇട്ടിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇങ്ങനെ വിരലിൽ ഇങ്ങനെ ആക്കിയിട്ട് അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതേപോലെ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഇങ്ങനെ മാജിക് സർക്കിൾ ആക്കിയിട്ട് നമ്മൾ 3 ചെയിൻ ഇടുക. 1 2 3 എന്നിട്ട് ഡബിൾ ക്രോഷ ചെയ്യാം. ഇങ്ങനെ ഡബിൾ ക്രോഷ ചെയ്ത് വെക്കുക. ഒന്നും കൂടി ചെയ്യാം. എന്നിട്ടാകുമ്പം നമ്മൾ 2 ചെയിൻ ഇടുക. 2 സിംഗിൾ ചെയിൻ 2 ചെയിൻ ഇട്ടിട്ടാകുമ്പം ആദ്യം ഇതേപോലെ 3 ഡബിൾ ക്രോഷ ചെയ്യുക. സ്റ്റാർട്ടിങ്ങിൽ 3 ചെയിൻ ഇട്ടിട്ട് ഡബിൾ ക്രോഷ ചെയ്യണ്ടു. എല്ലാ സ്റ്റാർട്ടിങ്ങിലും. 1 2 പിന്നെ ഒന്നും കൂടി ഇട്ടാൽ 3ആയി. പിന്നെ ആദ്യം 2 ചെയിൻ ഇട്ടിട്ട് ഒന്നും കൂടി. അപ്പം 4 എണ്ണം വേണം. നമ്മൾ സ്ക്വയർ ആകുമ്പോൾ 4 മൂലക്ക് വേണ്ടേ. 4 മൂലയല്ലേ പറയുക. അതേമാതിരി ഇനി ആദ്യം അങ്ങനെ തന്നെ റിപ്പീറ്റ് അടിക്കും. ഇതേ പ്രോസസ്സാണ് അങ്ങനെ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിങ്ങനെ ചെയ്തില്ലേ. ഇനി ബാക്ക് സൈഡിലാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ തന്നെയാണ് ഓരോരോ ഇത് റൗണ്ട് കഴിയുമ്പോഴും ഇങ്ങനെ തിരിച്ച് മറിച്ച് അത് ഓപ്പോസിറ്റ് സൈഡിലാണ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഇത് കംപ്ലീറ്റ് ആയാൽ അടുത്ത ഇപ്പുറത്തേക്ക് മറിക്കുക. എന്നിട്ട് ചെയ്യുക. അങ്ങനെ പുൾട്ടാന്ന് പറയും. ഇതിപ്പം ബാക്ക് സൈഡിലാണ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഫ്രണ്ട്, പിന്നെ ബാക്ക്, പിന്നെ ഫ്രണ്ട്. സംഭവം സെയിം ഇത് തന്നെയാണ്. പിന്നെ ഇവിടെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ മൂലക്ക് 2 എണ്ണം ചെയ്യുന്നുണ്ട്. അതായത് ഇവിടെ ഇപ്പം 3 എണ്ണം ചെയ്തില്ലേ. ഇനി 2 സ്റ്റിച്ചിട്ട് അതേ ഇതിനകത്ത് തന്നെ ചെയ്യുക 3 എണ്ണം. അങ്ങനെ 4 കോർണറിലും ഈ 2 എണ്ണം വരും. അങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഒന്നേ വരുള്ളൂ, പിന്നെ ചെയ്യുമ്പോൾ വരിക. പിന്നെ നമ്മൾ എന്തായാലും മുട്ടിക്കുമല്ലോ അവിടെ. അന്നേരം അവിടെ 2 എണ്ണം വരും. അപ്പോൾ കണക്കാവും. ഇതൊരു കാൽക്കുലേഷൻസാണ്. അപ്പം ഇത് എല്ലാം സംഭാവന സെയിം തന്നെ. സ്റ്റാർട്ടിങ്ങിൽ 3 ചെയിൻ, എനിക്ക് 2 ഡബിൾ ക്രോഷ്യ, എല്ലാം 3 ഡബിൾ ക്രോഷ്യ ചെയ്യേണ്ടതാണ്.
അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.